അപ്പോൾ നീതീകരിക്കപ്പെട്ടവർ. നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴാ മനസാക്ഷി വന്ന് പറഞ്ഞത് നീ പാപിയാണ്, നിനക്ക് പ്രാഗൽഭ്യമില്ലെന്ന് ദൈവസന്നിധിയിൽ നിൽക്കാൻ. യെസ്, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ മനസ്സിലേക്ക് നോക്കിയാൽ നമ്മളിൽ തെറ്റുകളുണ്ട്. എന്നാൽ ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മമണ്ഡലത്തിലേക്ക് കയറി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദൈവം നമ്മുടെ ആത്മാവിനെയാണ് നോക്കുന്നത്. ദൈവം നമ്മുടെ ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെയാണ് നോക്കുന്നത്. യേശുവിനെ പോലെ ഇരിക്കുന്ന ഒരു ആത്മാവ്. ഇത് വിശ്വസിക്കാനാ നമ്മുടെ പ്രയാസം. വാസ്തവത്തില് പാപിയാന്ന് വിശ്വസിക്കാൻ പിശാച് ഇവിടെ ഉണ്ട്. നമ്മുടെ പോരാത്തതിന് നമ്മുടെ മനസാക്ഷിയും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാ, ഞാനും നിങ്ങളും യേശുവിനെ പോലെ ഇരിക്കുന്നതെന്ന് പറയുവാൻ, എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാ. അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുവാനാ പരിശുദ്ധാത്മാവിരിക്കുന്നത്. നമ്മുടെ പാപം ചൂണ്ടിക്കാണിക്കാനല്ല പരിശുദ്ധാത്മാവിരിക്കുന്നത്. ബൈബിള് നമ്മുടെ തലക്കിട്ട് ഓരോ കൊട്ട് തരാനുള്ള ഒരു ഹാമർ അല്ല. തെറ്റുകാരനാ എന്ന് പറഞ്ഞ് നമ്മുടെ തലക്കിട്ട് അടിക്കാനുള്ള ഒരു ഹാമർ അല്ല. മറിച്ച് ഇറ്റ് ഈസ് എ മിറർ. ഇതൊരു മിററാ. നമ്മൾ ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു എന്ന് ആ കണ്ണാടിയിൽ നോക്കി, ആ ദർപ്പണത്തിലോട്ട് നോക്കി കാണാനുള്ള ഒരു മിററാ ബൈബിള്. നമ്മളെ അടിക്കാനുള്ള ഹാമർ അല്ല, റൂൾ ബുക്ക് അല്ല, നന്മയും തിന്മയും പറഞ്ഞു തരുന്ന ബുക്ക് അല്ല ഇത് പ്രധാനമായിട്ടും നമ്മൾ എപ്രകാരം ആയിരിക്കുന്നു, ക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ള പുസ്തകമാ. അതാ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത്.